വൈക്കം ബഷീർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് അദ്ദേഹം താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ ജോലിയൊന്നുമില്ല. വൈകുന്നേരം അവിടെ ജോലിക്ക് എത്തുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അവിടെ അഡ്രസ്സ് എഴുതാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ സമയത്ത് ഭയങ്കര പ്രാരാബ്ധമുള്ള ഒരു സമയമാണ്. അദ്ദേഹം രാത്രി ആണ് ക്ലാസ് എടുക്കുക. രാത്രി വളരെ വൈകി ഉറങ്ങുകയും പകൽ ഒരു ഉച്ചയോളം ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഉണരുക. അത്രയും നേരം ഉറങ്ങണം എന്തിനാന്ന് വെച്ചാൽ രാവിലത്തെ ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ഭക്ഷണം ലാഭിക്കാൻ വേണ്ടി. അത്രയും പ്രയാസത്തിൽ ജീവിക്കുന്ന സമയത്താണ് അദ്ദേഹം കയ്യിൽ കുറച്ച് പൈസ ഉള്ള സമയത്ത് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹം പൈസ കൊടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പൈസ പോക്കറ്റ് അടിച്ചിട്ടുണ്ട്. കയ്യിൽ പൈസ അല്ല. ഇയാൾ ഈ ക്യാഷ്യറോട് പറഞ്ഞു എൻ്റെ പൈസ പോക്കറ്റ് അടിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ പൈസ അല്ല, ഞാൻ പോയിട്ട് പൈസ ആയിട്ട് വരാമെന്ന്. അപ്പോൾ അവിടുത്തെ ആളുകളെ കുറിച്ച് അദ്ദേഹം ആദ്യം പറയുന്നത് വളരെ ക്രൂരന്മാരായിട്ടുള്ള ആളുകളാണ്, ചെറിയ പൈസക്ക് വേണ്ടി ആളുകളെ കൊല്ലാൻ പഠിക്കാത്ത ആളുകളാണ്, പറഞ്ഞത് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ക്രൂര മനസ്ഥിതിയുള്ള മനുഷ്യന്മാരാന്ന് പറഞ്ഞിട്ട് കഥ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഹോട്ടൽ ഉടമ പറയാണ് അത് പറ്റില്ല, കാരണം ഇങ്ങനെ പല ആളുകളോട് വരാറുണ്ട്, ഇങ്ങനെ പറ്റിച്ച് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബഷീറിനോട് ചൂടാവണം. അപ്പോൾ ബഷീർ പറഞ്ഞു ഞാൻ ഇതിൻ്റെ കോട്ട് ഞാൻ ഇവിടെ അയച്ചു വെക്കാം, എൻ്റെ വാച്ച് ഞാൻ ഇവിടെ വെക്കാം, ഞാൻ പോയിട്ട് പൈസ ആയിട്ട് വന്നിട്ട് തന്നാൽ മതി. അത് അങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല, പൈസ തന്നിട്ട് പോയാൽ മതി. അപ്പോൾ ബഷീർ പറഞ്ഞു സത്യമായിട്ടും എൻ്റെ കയ്യിൽ പൈസ പോക്കറ്റ് അടിച്ച് പോയതാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞങ്ങളിങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യാൻ പൂർണ്ണ നെക്കിനാക്കിയിട്ട് കണ്ണൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ റോട്ടിൽ കൂടെ നടത്തുകയാണ് ചെയ്യാം. ബഷീറിനോട് കോട്ട അയക്കാൻ വേണ്ടി പറഞ്ഞു. ബഷീർ നിവർത്തിയില്ലാതെ കോട്ട അയച്ച്, ഷർട്ട് അയക്കാൻ പറഞ്ഞു ഷർട്ട് അയച്ച്, പാൻറ് അയക്കാൻ പറഞ്ഞു പാൻറ് അയച്ച്, അടിവസ്ത്രത്തിന് മാത്രം നിൽക്കുക. അപ്പോൾ ഇയാൾ പറഞ്ഞു അടിവസ്ത്രം അയക്കണം എന്ന്. അപ്പോൾ ബഷീർ പറഞ്ഞു അതിലുള്ളൊന്നുമില്ല. അപ്പോൾ ആളുകൾ പറഞ്ഞു അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവിടെയുള്ള ചായ കുടിക്കാൻ വേണ്ടി വന്നവരൊക്കെ ഇത് കണ്ടിട്ട് ചിരിക്കുകയാണ്. ബഷീറിനാണെങ്കിൽ ഭയങ്കര അപമാനം, ഇത്രയും ആളുകൾക്കിടയിൽ അപമാനത്തിനായിട്ട് നിൽക്കുകയാണ്. അവിടെ അങ്ങനെ ഭൂമി പിളർന്ന് അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരാൾ വന്നിട്ട് ബഷീറിനോട് പറയണം പൈസ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു കൊമ്പമീശക്കുള്ളൊരു വലിയൊരു മനുഷ്യൻ വന്നിട്ട് ബഷീറിൻ്റെ പൈസ കൊടുത്തു. എന്നിട്ട് ബഷീർ ഡ്രസ്സൊക്കെ ഇടാൻ പറഞ്ഞു. അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചിട്ട് ബഷീർ അയാൾ ബഷീറിനെ കൂട്ടി പുറത്തിറങ്ങി. അങ്ങനെ വരെ നടന്ന് ആളൊഴിഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ ഇയാളെ പോക്കറ്റിൽ നിന്ന് കുറേ പൈസ എടുത്തിട്ട് ബഷീറിനോട് ചോദിച്ചു നിങ്ങളെ പൈസ വെച്ചു. അപ്പോൾ ബഷീർ പൈസ കാണിച്ചു കൊടുത്ത് ആ പൈസ എടുത്ത് ആ ബഷീറിനോട് പറഞ്ഞ പൈസയിൽ നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതിൽ പൈസ ഒക്കെ കൃത്യമാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ പോയിക്കോ, ആര് ചോദിച്ചാലും എന്നെ കണ്ടതായിട്ട് പറയണ്ടെന്നാണ്. അങ്ങനെ ബഷീർ തിരിഞ്ഞു പോകുന്ന സമയത്ത് ബഷീർ ചോദിച്ചു നിങ്ങളെ പേരെന്താണ്? അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് പേരില്ല. അപ്പോൾ ബഷീർ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ബഷീർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ അലീവ് എന്ന് വിളിക്കട്ടെ എന്നാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. ഈ പോക്കറ്റടിക്കാരൻ ബഷീറിനോട് പറയാം. അപ്പോൾ ബഷീറിൻ്റെ ഒരു ശൈലി അനുസരിച്ച് ബഷീറിൻ്റെ മറുപടി നിങ്ങളെയും എന്നെയും എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. ഇതിൽ ഈ കഥയുടെ പേര് ഒരു മനുഷ്യൻ എന്നാണ്. ഒരു മനുഷ്യൻ എന്നതിന് ബഷീർ കാണുന്ന കാരണം അദ്ദേഹം പറയുന്നത് അലിവുള്ളവനാകുക എന്നുള്ളതാണ്. സത്യത്തിൽ വായനയിലൂടെ ഒരു മനുഷ്യൻ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ ഒരു ശേഷി എന്ന് പറഞ്ഞത് അലിവുള്ളവനാകുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് വായനക്കാരനാണെന്ന് പറയുമ്പോൾ ഒരാൾ സഹാനുഭൂതിയുള്ള ആളാകും. സഹാനുഭൂതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കഥ വായിക്കുമ്പോൾ ഇപ്പോൾ ബെന്യാമിൻ പറയുന്നുണ്ടല്ലോ നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് കെട്ടുകഥകളായിരിക്കും. അങ്ങനെ കെട്ടുകഥകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോവാണ്. നമുക്ക് വിശപ്പ് എന്താണെന്നറിയില്ല. അങ്ങനത്തെ ഒരാൾ ഒരു വിശപ്പ് അനുഭവിക്കുന്ന ഒരാളുടെ കഥ വായിക്കുമ്പോൾ അതിലൂടെ അയാൾ ആ വിശപ്പ് അറിയാണ്, സങ്കടങ്ങൾ അറിയാണ്, വേദനകൾ അറിയാണ്, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അറിയാണ്. ഇങ്ങനെ മറ്റുള്ളവരെ കുറച്ചും കൂടി അടുത്തറിയാനും അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും കഴിയാന്ന് വായനയിലൂടെ നല്ലൊരു നോവൽ അങ്ങനെ അത്തരം കഥകളിലൂടെ അത്തരം അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവരുടെ ഇങ്ങനെയുള്ള ഫീലിങ്സ് നമുക്ക് കുറച്ചുകൂടി തിരിച്ചറിയാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് മനുഷ്യരോട് കുറച്ചും കൂടി സഹാനുഭൂതിയോടുകൂടി പെരുമാറാനും ഇടപഴകാനും സാധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു വഴി ഉണ്ടാവും. ആ വഴിയിൽ ഒരു 10 അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കാം. 10 അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാം. ചിലപ്പോൾ അതിനൊക്കെ കുറച്ച് അവസ്ഥകളിലൂടെ മാത്രം വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ സ്ഥായിയായി പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും. പക്ഷെ നമ്മളെ 4 പുറം ജീവിക്കുന്ന 100 മനുഷ്യരുണ്ടെങ്കിൽ ആ 100 മനുഷ്യർക്കും ഇങ്ങനെ 10 അവസ്ഥ ഉണ്ടെങ്കിൽ 1000 അവസ്ഥകളായി. അതിലൊരു ഇനി പലരും അനുഭവിക്കുന്ന ഒരേപോലത്തെ അവസ്ഥകൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു 200 അവസ്ഥ 300 അവസ്ഥകളെങ്കിലും നമ്മൾ 4 പുറം അങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഈ 300 അവസ്ഥകളുള്ള മനുഷ്യന്മാരോട് നമ്മൾ ഇടപഴകണം. നമ്മുടെ അടുത്തുള്ള വെറും 10 അവസ്ഥ മാത്രമാണ്. 10 അവസ്ഥയുടെ പരിചയം മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. എന്നാൽ 300 അവസ്ഥകളോടെങ്കിലും നമ്മൾ ഇടപെടണമെങ്കിൽ
അവരെന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അവരോട് പെരുമാറണമെങ്കിൽ, ശരിക്കും അവരുടെ അനുഭവങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ അതിന് വായന മാത്രമേ വഴിയുള്ളൂ എന്നുള്ളതാണ്. കാരണം അതെന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്, അനന്തമായി അറ്റമില്ലാത്തത്ര മനുഷ്യരുടെ അറ്റമില്ലാത്തത്ര ഇമോഷൻസിലൂടെ, അവസ്ഥകളിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന, വളരെ കുറച്ച് മാത്രം ജീവിതാനുഭവങ്ങളിൽ നമുക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങൾ നൽകുന്ന ഒരു ഓപ്ഷനാണ്.